إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഹജ്ജ് 27-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജിന് വേണ്ടി ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ വിളംബരം നടത്തുന്ന ഒരു പ്രഖ്യാപനം നടത്തുന്ന ഒരു ആയത്താണ്. വഅദ്ദിൻ ഫിന്നാസ്, ജനങ്ങളിൽ നീ പ്രഖ്യാപനം നടത്തൂ ഇബ്രാഹിമേ എന്ന് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ജനങ്ങളിൽ നീ പ്രഖ്യാപനം നടത്തുക. ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി പ്രഖ്യാപനം നടത്തുക. സ്വാഭാവികമായും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, ഞാൻ ഇവിടെ നിന്നും വിളിച്ചാൽ ആര് കേൾക്കാനാണ് അല്ലാഹു? അപ്പോൾ അല്ലാഹുവിന്റെ മറുപടിയാണ്, അത് നീ വിളിച്ചാൽ മാത്രം മതി, അത് എത്തിക്കുന്ന ആ കടമ, അത് ഉത്തരവാദിത്വം അത് എന്റെ മേലാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹജ്ജിന് വേണ്ടി തയ്യാറുള്ള, ഹജ്ജിന് വേണ്ടി തയ്യാറെടുക്കുന്ന, ഹജ്ജിന് വേണ്ടി ആഗ്രഹിക്കുന്ന, ഹജ്ജിന് വേണ്ടി കഴിവുള്ള ഓരോ വ്യക്തിയും അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഇബ്രാഹിം നബിയുടെ ആ വിളി അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവർ ഹജ്ജിന് മക്കത്തേക്ക് പുറപ്പെട്ടുകൊണ്ട് അവർ ഹജ്ജും ഉംറയും നിർവഹിച്ചുകൊണ്ട് സന്തുഷ്ടരായി മടങ്ങി വരികയാണ്. ഇതൊക്കെയാണ് അതിന്റെ ചരിത്രം. നിന്റെ അടുക്കലേക്ക് അവർ വരും, വിജാലം നടന്നുകൊണ്ടുവരും. ഒരുപാട് ഹാജിമാർ പല വിദൂര സ്ഥലങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടുവരും. അലാക്കുല്ലി നാമരിൻ, എല്ലാ ഉണങ്ങൊട്ടിയ, എല്ലാ മെലിഞ്ഞ ഒട്ടകത്തിന്റെ മുകളിൽ കയറിക്കൊണ്ടും വരും. അങ്ങേയറ്റം ക്ഷീണിച്ച, ഭക്ഷണം പലപ്പോഴും കിട്ടാത്ത ദൂര സ്ഥലങ്ങളിൽ നിന്നും ക്ഷണിച്ചു വരുന്ന പല ഒട്ടങ്ങൾക്ക് മുകളിലും വരുമെന്നാണ് പറഞ്ഞതൊക്കെ. അവർ വരും മിങ്കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ മലമ്പാതയിൽ കൂടിയും വിദൂര പ്രദേശങ്ങളിൽ നിന്നും നിന്റെ അടുത്തേക്ക് അവർ വരുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൃത്യമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വ്യക്തമാക്കി കൊടുത്തത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മിൽ നിന്നും മറഞ്ഞുപോയി. പക്ഷേ നാം ആ രൂപം ഇന്നും കാണുകയാണ്. നോക്കൂ നിങ്ങൾ, ലോകത്തിന്റെ എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും പലതരം വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നടന്നുകൊണ്ടും വാഹനമേറിയുകൊണ്ടും അങ്ങനെ പലതരത്തിലും അവർ അതാ മക്കത്തേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ എല്ലാ വർഷവും 25 മുതൽ 30 ലക്ഷം വരെ ഹാജിമാർ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് സന്തുഷ്ടരായി മടങ്ങുകയെന്ന ഒരു ചിത്രമാണ് നാം കാണുന്നത്. നോക്കൂ, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ വെച്ചുകൊണ്ട് തുടക്കം കുറിച്ച ആ വിളി, ആ പ്രഖ്യാപനത്തിന്റെ ആ പ്രഖ്യാപനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നും മനുഷ്യർ, ലോക ജനങ്ങൾ ഹജ്ജ് നിർവഹിച്ചു മടങ്ങുന്നത്. ഇതൊരു വലിയൊരു ദൃഷ്ടാന്തമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ കൂടി നമുക്ക് പഠിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ചിന്തക്ക് വിജയമാക്കേണ്ടതാണ്, നാം ഉൾക്കൊള്ളേണ്ടതാണ്. അങ്ങനെ നാം കഴിവുള്ളവരൊക്കെയും ആ ഹറമിൽ ചെന്നുകൊണ്ട് ഹജ്ജും ഉംറയും നിർവഹിക്കേണ്ടത് നമ്മുടെ നിർബന്ധ കടമയാകുന്നു. അത് മനസ്സിലാക്കണം എന്നൊക്കെയാണ് ആയത്തിൽ കൂടി നമുക്ക് നൽകുന്ന സൂചന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.